സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ രാവിലെ? രാവിലെ തന്നെ മിസ്റ്റർ വർമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പോവുക. ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു ഡിസൈൻ വേണം. അല്ലെങ്കിൽ ഇത് വേറെ. ഇന്ന് രാവിലെ ആ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത്. നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ? ഇന്ത്യ വൈഡ് ആയിട്ട് ഒരു ഡിസൈൻ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. പക്ഷേ ഇന്ന് 5 മണിക്ക് മുമ്പ് സാധനം കിട്ടണം. അല്ലേ സ്പേസ് വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. സാർ എന്തായി പറയുന്നേ? നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. മേഴ്സി മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അജിത്തിനെ കിട്ടണ്ടേ? അയാളാണെങ്കിൽ സ്ഥലത്തില്ല. അയ്യോ, എനിക്ക് എടുക്കാൻ വയ്യാന്നിട്ടല്ല. ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല. ഞാൻ എടുക്കാം. എന്നാലും 5 മണിക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ 10 മണിയായി. ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോ ഇനി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ഓക്കെ സർ, താങ്ക് യു. എന്താടോ ഇത്? മണി 10 ആയല്ലോ. 9 മണിയാണ് ഓഫീസ് ടൈം. അത് ഇത്രയും കാലമായിട്ട് അറിയില്ലേ? പോയി ഡ്രസ് ചെയ്യ്. സാർ, എന്താ? എനിക്ക് ഇന്നു മുതൽ 2 ദിവസത്തെ ലീവ് വേണം. അപ്പച്ചന് സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് രൂപയും. അത്യാവശ്യമായിട്ടൊരു ജോലി വന്നപ്പോ എല്ലാവർക്കും ലീവായി ടെലിഗ്രാമായി. എത്ര മണിക്കാ തന്നെ ട്രെയിൻ? 11-ന്. അത് കഴിഞ്ഞോ? 1:30-ക്ക്. 1:30 ട്രെയിൻ പോയാൽ മതി. പോയാൻ ചേഞ്ച് ഡ്രസ്. പറഞ്ഞത് കേട്ടില്ലേ? മഞ്ഞ സാരിയിൽ ചുവന്ന ബോർഡർ. ചെല്ല്. ആ പയ്യനോട് ലൈറ്റ് അപ്പ് ചെയ്ത് വെക്കാൻ പറ. ഇത് എവിടെ നോക്കിയാണോ ആ മേക്കപ്പ് ചെയ്യുന്നത്? ഈ സ്റ്റുഡിയോയുടെ കാര്യം മുഴുവൻ എന്റെ മുഖത്തുണ്ടല്ലോ. തോമസേ, രജബേ, ലൈറ്റ് ഹൗസ് നോക്കി. മതി മതി. കുറച്ച് ഇല്ല. റെഡി. ജനറേറ്ററിലോ ഉണ്ട്. ചെന്ന് ഓൺ ചെയ്യണോ? കറണ്ട് പോകാൻ കണ്ടൊരു സമയം. താനിത് എവിടെ നോക്കിയിരിക്കുക? ഇനി ആ ജനറേറ്റർ കൂടെ ഓഫ് ആകാൻ കാത്തിരിക്കായിരിക്കും. കമോൺ, ഗെറ്റ് റെഡി. കുറച്ച് ലെഫ്റ്റ്. താരം നേരെ റെഡി. ഫേസ് കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് തിരിച്ച്. മതി. സ്മൈൽ. ഇരിക്കാൻ. സ്മൈൽ ഐ സേ. ചിരിക്കാനാ പറഞ്ഞത്? ചിരിക്കാനല്ലേ പറഞ്ഞത്? Get out. I say get out. അയ്യോ, മസി, ഇത് വെച്ചോ. ഐ എം സോറി. മേഴ്സി പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഞാനറിയാതെ എന്റെ മനസ്സ് അവളുമായി അടുക്കുകയായിരുന്നു. ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്ക് എന്നോട് ഭയവുമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം അടുത്തുപോയി എന്ന്. ശശി പത്രത്തിൽ എഴുതിയ പോലെ
മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുകയായിരുന്നില്ല എന്റെ ലക്ഷ്യം. വിവാഹത്തിന് ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മേഴ്സി ചെയ്തിട്ടുമില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതെന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഹലോ, എന്താണ് പരിപാടി? ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി കുറെ നേരമായല്ലോ. ചുമ്മാ നോണ പറയാതെ രവിയേട്ട. ആകെ 2 ബെല്ലടിച്ചു. മൂന്നാമത്തെ ഞാൻ എടുക്കുകയും ചെയ്തു. താനവിടെ എന്താ ചെയ്യുന്നേ? ഒന്നും മിണ്ടാനും പറയാനും കൂടെ ഇവിടെ ആരുമില്ല. ആകെ ബോറടി. നല്ല ഭാര്യമാരൊക്കെ അങ്ങനെ. പകല് കാര്യമായിട്ട് പണിയൊന്നും കാണുകയില്ല. പിന്നെ രാത്രി ഛീ, നല്ല വാക്കൊന്നും നന്നാക്കിന്ന് വരത്തില്ലേ? അത് പിന്നെ നല്ല കാര്യമല്ലേ? അല്ല പിന്നെ അതോട്ടെ, ഞാനിന്ന് 5 മണിക്ക് അവിടെ വരും. നോണ. അതേടോ, നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ 4:30 ആയല്ലോ. നേരാണ് രവിയേട്ട. ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി. ഒരു ചെറിയ പണിയും കൂടെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ഞാൻ സ്വയം അവിടെ എത്തും. ദൈവത്തെ ഓർത്ത് താനത് കുളിച്ച് റെഡിയായിട്ട് നിൽക്കണേ. ഗുഡ് ഈവനിങ് മേഴ്സി. സോറി, മിസ്സസ് മേഴ്സി രവിവർമ്മ. അജിത്തിനെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. വരൂ. സമയം കിട്ടണ്ടേ? അവിടെ പത്രത്തിലാണെങ്കിൽ ഒരു 100 കൂട്ടം പണിയാ. അതിനിടയ്ക്ക് ഉത്തരേന്ത്യയിൽ ഉപതെരഞ്ഞെടുപ്പ്. ഒരാഴ്ച അവിടെയായിരുന്നു. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. അജിത്ത് ഇരിക്കൂ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. രവി ഇപ്പൊ വരില്ലല്ലോ. അരമണിക്കൂറിനുള്ളിൽ വരും. എന്താ? അരമണിക്കൂർ നല്ലൊരു ഗ്യാപ്പാ. ഈ ഫോട്ടോ എങ്ങനെയാണെന്ന് നോക്ക്. എങ്ങനെയുണ്ട്? നന്നായില്ലല്ലേ? അതെ, ആരുമില്ലാത്തപ്പോ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പോസ് ചെയ്തെടുത്താല് പടം നന്നാവും. അല്ലാതെ ഡ്രസ്സിംഗ് റൂമില് അതും ആളറിയാതെ പടം എടുക്കാന്ന് വെച്ചാ വലിയ പാടാ. നിങ്ങൾ എന്തിനാ ഇപ്പോ ഈ പടവും കൊണ്ട് ഇവിടെ വന്നത്? മേഴ്സിയെ കാണിക്കാൻ. പിന്നെ രവിയെ ഇത് കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മേഴ്സിയാ. കാണിക്കണോ? Get out. അത് മേഴ്സിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. ഈ ഫോട്ടോ കീറിക്കളഞ്ഞാലും നെഗറ്റീവ് എന്റെ കയ്യിലില്ലേ? ആ, വളച്ചുകെട്ടില്ലാതെ കാര്യമൊന്നും പറയാം. ഞാൻ ആഗ്രഹിച്ചതൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല, നീ ഒഴികെ. രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിനക്കിവിടെ കഴിയും. പക്ഷേ ഒരു ദിവസം, ഒരൊറ്റ പ്രാവശ്യം, എന്താ മനസ്സിലായില്ലേ? ഒരു ചാട്ടത്തിന് നോ എന്നൊന്നും കയറി പറയണ്ട. നല്ലോണം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഉത്തരം നോ എന്നാണെങ്കിൽ ഓർത്തോളൂ. ഈ ഫോട്ടോസ് എല്ലാം രവിവർമ്മ കാണും. രവിവർമ്മ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവനും. ആ, രവി ഒന്നും തോന്നുന്നു. തൽക്കാലം ഈ ഫോട്ടോസ് ഒന്നും രവി കണ്ടല്ലേ? താനത് എവിടെയാണോ? മധ്യപ്രദേശത്തെ കണ്ടു കിടന്ന് ചത്തുവെന്നാണല്ലോ പത്രക്കാർ പറയുന്നത്. ഞാനൊന്ന് ചത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് ഇവിടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം തനിക്കല്ലേ ഉള്ളൂ. ഒക്കെ വിശദമായി ചോദിച്ചറിയാമെന്ന് വിചാരിച്ചു വന്നതാ. ഇയാൾക്ക് ചായ കൊടുത്തില്ലേ? ഓ വേണ്ട, താനുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അപ്പൊ മിസ്സിസ് പറഞ്ഞു വരാൻ വൈകുമെന്ന്. ഞാൻ 5 മണിക്ക് വരുമെന്ന് ഇവിടെ പറഞ്ഞില്ലേ? അല്ലേ, അത് ആശാന്റെ 5 മണി എന്നൊക്കെ പറഞ്ഞ പഴയ കണക്കില്. ആ പഴയ കണക്കൊക്കെ പോയി, ഇപ്പൊ പുതിയ കണക്കാണ് അല്ലേ മനസ്സി? ഞങ്ങൾ യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു. താൻ വരുന്നോ? വരുന്നില്ല. ടിക്കറ്റ് 2 പേർക്കല്ലേ ഉള്ളൂ. തനിക്ക് അവിടെ ചെന്നിട്ട് എടുക്കാമല്ലോ. വേണ്ട, ഫോർമാലിറ്റീസിന് നന്ദി. ഹാവ് എ വെരി നൈസ് ഈവനിങ്. ഗുഡ് ബൈ. ചെറിയ മനസ്സി മനസ്സി എന്താ രവിയേട്ടാ? തനിക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല. നോ, സംതിങ് റോങ്.
പ്രോഗ്രാമിന് പോയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. ആകെ ഒരു മൂടൗട്ട്. ഒന്നുമില്ലെന്നേ, രവിയേട്ടന് വെറുതെ തോന്നുന്നതാ. അല്ല, മുഖം കണ്ടാൽ അറിയാമല്ലോ. കുറെ ദിവസമായില്ലേ ഞാൻ ഈ മുഖം കാണാൻ തുടങ്ങിയിട്ട്. വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പണത്തിനോ മറ്റോ? എന്ത് വിഷമമുണ്ടെങ്കിലും മേഴ്സിക്ക് എന്നോട് തുറന്നു പറയാം. ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരാരെയും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ അന്യനൊന്നുമല്ലല്ലോ. ഒന്നുമില്ല രവിയേട്ടാ. ഉറപ്പാണല്ലോ? ഹലോ. ആ, ആളാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സ്വീറ്റ് ഡ്രീംസ്. രാവിലെ എഴുന്നേറ്റിട്ടും എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. ആ, എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറയാനേ കൊള്ളത്തില്ല. വൃത്തികേട്. ഞാൻ അങ്ങോട്ട് വന്ന് സ്വകാര്യമായി പറയാം. അജിത്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ ജീവിതം തകർക്കരുത്. അയ്യോ, ജീവിതം തകരാതിരിക്കാനുള്ള മാർഗമല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ മേഴ്സിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു വെച്ചു. പിന്നെ എനിക്ക് ജോലിയാവും. ആ നെഗറ്റീവ് എല്ലാം എടുത്ത് പ്രിന്റ് ഇടണം, രവി ഓർമ്മയെ കാണിക്കണം. അതൊക്കെ വലിയ മെനക്കെടാ. അജിത് പ്ലീസ്. ആ, അതാ ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ താൻ ഇങ്ങോട്ട് വാ. ഞാന് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ 13-ാം നമ്പർ മുറിയിലുണ്ടാവും. ഓക്കെ? ഇതാര്? മേഴ്സിയോ? വാ വാ വാ. സത്യം പറയാമല്ലോ, മേഴ്സി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതെന്താ? ഇതൊരുപാട് കാശുണ്ടല്ലോ. എനിക്ക് തരാൻ കൊണ്ടുവന്നതായിരിക്കും. ഞാൻ ചോദിച്ചില്ലെങ്കിലും മേഴ്സി എന്റെ ബുദ്ധിമുട്ടറിഞ്ഞ് കൊണ്ടു തന്നല്ലോ. താങ്ക്സ്. വന്ന കാലം നിൽക്കാതെ ഇരിക്കും മേഴ്സി. നേറ്റീവ് തരൂ, എനിക്ക് പോണം. അപ്പൊ ഞാൻ ചോദിച്ച കാര്യം? അത് സാധിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ഞാൻ ഇന്നൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ഒരു... അയ്യോ, കഠിനമായ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ. തിരിച്ചെടുക്കാൻ പറ്റാതെ വരും. കാം ഡൗൺ ബേബി, കാം ഡൗൺ. മേഴ്സി, മേഴ്സി. എന്താ ആശാനെ ഹോട്ടലിന്റെ മുന്നിൽ നിന്നൊരു തിരുവാരക്കളി? ആ, ദാനോ? ഒരു പെൺകൊച്ച് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. കണ്ടിട്ട് മേഴ്സിയെ പോലെ ഇരിക്കുന്നു. വേറെ ആരെങ്കിലും ആയിരിക്കും. മേഴ്സിയോ? ഞാൻ ഉണ്ടായിരുന്നില്ല ഇത്രയും നേരം ഇവിടെ. അത് വേറെ വല്ലതായിരിക്കും. എടോ, കാണുന്ന പെമ്പിള്ളേരെല്ലാം സ്വന്തം ഭാര്യമാരെന്ന് തോന്നുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. ഒന്ന് പോടോ അവിടുന്ന്. അല്ല, താനെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ശരി, കാണാം. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ശങ്കർലാലിന്റെ മുറി ഏതാ? ഡബിൾ സോൺ അല്ലേ? അതെ. സാറിന്റെ വൈഫ് ഇപ്പോഴും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. എന്താ? അല്ല, അജിത് സാറിന്റെ കൂടെ മുറി കണ്ടപ്പോ ഞാനോർത്ത് വല്ല ഫോട്ടോ എടുക്കാനും മറ്റോ വന്നതാണെന്ന്. കേട്ടോ മനസ്സേ, ഇന്ന് ഹോട്ടൽ ഷായിൽ വെച്ച് രസമുണ്ടായി. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പെൺകുച്ച് നടന്നു പോകുന്നു. കണ്ടാ തന്നെ പോലെ തന്നെ ഇരിക്കും. ആ നടപ്പ് പോലും ഉണ്ട്. ഞാൻ രാവിലെ പുറയുന്ന കൈവിട്ട് വിളിച്ചു. ദൈവാധീനം കൊണ്ട് ആ കൊച്ചു തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോയാൻ. അവസാനം റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത്. റിസപ്ഷനിസ്റ്റ് എന്നോടൊരു ചോദ്യം, സാറിന്റെ ഭാര്യ എപ്പോഴും മോഡലിങ്ങിന് പോകുന്നുണ്ടോ? നിന്നെ അവർ അജിത്തിന്റെ മുറി വെച്ച് കണ്ടത്രേ. അജിത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സമാധാനമായത്. അവനേതെങ്കിലും ലോക്കൽ അലവലാതെ വളച്ചോണ്ട് വന്നതായിരിക്കും. കള്ള റാസ്കൽ.
ഇനി താനമറ്റാണോടോ? ഓ, മുഖം കണ്ടില്ലേ? കിരിയാത്ത കഷായം കുടിച്ച മാതിരി. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എനിക്കെന്താ സുഖമില്ലേ? പനിയുണ്ടോ? എന്തോ നല്ല സുഖം തോന്നില്ല. ആ, നല്ല സുഖം തോന്നാത്തതിനാണ് അസുഖം എന്ന് പറയുന്നത്. എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നു. നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം. ഉം? ഉറങ്ങിക്കോ.